നാരായണിയില്ല, നാരായണ സ്കൂളിൽ പോയില്ലേ? അത് ഷാമ്പോയി. ജയ ഇതോ അപ്പ ജയമ്മയുടെ കളിക്കാൻ പറയാപ്പേ. ശാമ്പളമേ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഉണ്ടായിരുന്നെങ്കിലല്ലേ. ഭയങ്കര ഡയലോഗാണല്ലോ നീ. നിന്റെ മുടി പിന്നെ നീ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് പോകണം. ഞാൻ കെട്ടി വെക്കണോ? എന്നാ അവിടെ ഇറങ്ങിയിരുന്നു തിന്നെ. കഴിക്കേ. ശാമളയില്ല, നീ കഴിക്കല്ലെങ്കിൽ അന്നേരം ഞാൻ കഴിച്ചോളാം. ആ അടുക്കള വെച്ചിട്ടുണ്ട് ഐറ്റം. ജയച്ചാച്ചനോട് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര. ഇതല്ല സിനിമയോ അതോ സീരിയലോ? ഉണ്ടാ പോയടി. ബാക്കി എന്ത്? അപ്പൊ പാല് വെച്ച് അപ്പൊ അത് കൊച്ചു വന്നു. പാല് അപ്പൊ പാല് കാച്ചപ്പേ എന്താ വായിച്ചേക്കുന്നേ? എന്നാ നീ പറ. മോഹൻ ആരാ? ഇതാരാ ഈ ഫോട്ടോ? ആരാ? ശിവൻ. വിളക്ക് കത്തിച്ച ശിവൻ. വിളക്കെത്തിച്ച ശിവൻ വന്ന് ഫോട്ടോ. എനിക്കറിയത്തില്ല. ശിവനാരാ? ഏത് ചേട്ടൻ്റെ കാര്യം നീ ചോദിച്ചേ? ചേട്ടൻ ഇതാണ് നമ്മുടെ പണ്ട് വിട്ട ശിവൻ. ശിവൻ ചേട്ടനോ? ഇതാരാതേത് ആ വെള്ളയ്ക്ക് ഇട്ട് ഈ ചേട്ടനാണോ? അപ്പൊ അതാരാണോ? ഫോട്ടോ അറിയത്തില്ലടി. ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചുണ്ടൊക്കെ ചേട്ടൻ. ഇതാരാ ഫോട്ടോ? ബാലചന്ദ്രൻ. എന്താ ബാലചന്ദ്രൻ അതാരാ? ആ ഫോട്ടോയിലുള്ള ബാലചന്ദ്രൻ. അപ്പ ആരാ? ആണോ? അതെന്താ സാന? അതെന്താ അമ്മേ? ഇതെന്താ അപ്പേ വായിച്ചേക്കുന്ന? എന്താ വായിച്ചേക്കുന്ന? രാവിലെ മഴ തുടങ്ങി. വിറക്
അതുണ്ടോ? പൂച്ചൻ ചേപ്പേ മതിയോ? പറഞ്ഞേക്ക്. ഞാനിവിടെ ഓരോരോ പണിയാ. ബിരിയാണി കഴിക്കണോ? ബിരിയാണി മതിയോ? ആ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ എടുക്കണം. ഞാൻ കുറച്ച് നേരം നിൽക്കാന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ കടയിൽ പോയി. എന്നാ നീ പോവാണോ? നീ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ നിന്റെ സമയം ഇത്രയും പോയത്? നീ വേണമെങ്കിൽ ആരെങ്കിലും വർത്താനം പറഞ്ഞു തന്നോ? നീ ഒന്നും കഴിച്ചിട്ടേ? പാവം. ബിരിയാണി ഉണ്ടോ? ഇല്ല. മേടിച്ചില്ലേ? മേടിച്ചു. ജയമൊന്നുമില്ല. വരും. അയ്യോ വലിയ സാധിക്കോ? ജയ വരുന്നുണ്ട് പുറകെ. ജയ പുറകെ വരുന്നുണ്ടേ. ഞാൻ ഉണ്ണിയിലൂടെ കയറി വന്നതാ പെട്ടെന്ന്. വാ. എന്നാ പറഞ്ഞു? പറ. മഴയൊക്കെ ഇല്ലേ? ഇല്ല. ചേച്ചാച്ചി ചേച്ചാച്ചി ഞാൻ മേടിച്ചു. ചേച്ചാച്ചി പറഞ്ഞു ഞാൻ മേടിച്ചു. വരും വരും. ചുമ്മാ കയ്യും വീശി. നീ ഒരുങ്ങി കെട്ടി എവിടെ പോയാടി? ഞാനൊരു സാമാനത്തിലൂടെ പോയി. എന്നെ വഴി കിട്ടിട്ട് പോയി. എന്നോട് നീയാണോ എന്നെ വണ്ടി കയറ്റി വിട്ടെ? അതെ. അപ്പൊ എത്രമാത്രം സ്നേഹം എനിക്ക് നിന്നോട് ഉണ്ടെന്ന് വിചാരിക്കണം. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനം മൊത്തം നീ ഉമ്മ കൈ വീശി വരുമല്ലോ. അതെ കേൾക്കുന്നുണ്ടല്ലേ? നാളെയാണ് വരുന്നത്. അപ്പൊ പിന്നെ നാളെ എന്നാ നാളെയാണ് ബിരിയാണിയെ? വരുമോ? ഇന്നാ. എപ്പോഴാ? ഇന്ന്. ആ ഓക്കെ. സൂപ്പറാണോ ഷാമ്പൂ? പനീറായിരുന്നു. പനീർ ബിരിയാണി. പനീർ ബിരിയാണിയാണോ? നോക്കട്ടെ. നീ ഇച്ചിരി ഇട്ടോ. ഇറച്ചിക്കറി, കപ്പ. കപ്പ മേടിച്ചല്ലോ, അത് അവിടെ ജയ ശരിയാക്കുന്നു. എനിക്ക് കപ്പയും മുളകും മതി. ക്യാമറ പോലെ അല്ല കേട്ടോ. കട്ടിയായിട്ട് ഉണ്ട്. വയോ കട്ടായ കൊട പിടിച്ചോ.
ആ മാമാന്ന് എന്നാ വടിയും പിടിച്ചോണ്ട് പോകുന്നു, കുടയും പിടിച്ചോണ്ട് പോകുന്നു. മെറീട്ട ഇല്ലായിരുന്നോ? അതെ, എപ്പോഴും ഉള്ളത് കൊണ്ട് അവള് പറഞ്ഞു എനിക്ക് മഞ്ഞ വെള്ളം, ആ മഞ്ഞ സാധനം മതി, ഓറഞ്ചിന്റെ. ചേച്ചാന്റെ കൂടെ തന്നെയല്ലേ, പിന്നെന്താണ്? വെല്ലിപ്പനോ? നീ വെല്ലിപ്പൻ എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്താതെ ചാച്ചാച്ചി എന്ന് പറയൂ. This is Coca-Cola. Taste. Wow. 600 രൂപ അയച്ചോ? ഉണ്ണി അല്ലേ? നമ്മളുണ്ടിയല്ല കേട്ടോ. അവനെ പറയുമോ? നമ്മളാർക്കും പാവാ. മനകണ്ണാന്ന് തോന്നുന്നു. ആ അതെ, എനിക്കറിയാമല്ലോ, എനിക്ക് മണം വന്നിട്ട്. അതെ മനകണ്ണ. അതുകൊണ്ട് ആ കറക്റ്റായിട്ട് അവിടെ ഇട്ട് തിരിച്ച് കറക്റ്റ് കൊണ്ട് കൊടുത്ത് ഇറക്കി വിട്ട്. ശമ്പള മണം എനിക്ക് കിട്ടിയത്. മൈൻഡ് ചെയ്യുന്നില്ലെന്ന് ആരും. നോക്കുക കണ്ടോ, ആരും വരുന്നില്ല ഇറങ്ങി. അല്ലെങ്കിൽ നീ ഇത് വീഡിയോ കൂടി കിട്ടുമായിരുന്നു. ആ മോളു ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് വാ. ഏ നീ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇത് വീടിന്റെ അംശമല്ലേ? ഏ മോള് സെറ്റായി. എടി മോള് സെറ്റായി കിടക്ക. ഇനി ശ്യാമളയുള്ള സെറ്റായ. ഏ അയ്യോ, ഞാനിങ്ങ് പോകുന്നില്ലേ? നീ എന്നാ വിളിച്ച് പറയണ്ടേ എന്നോട്? ഏ എടി അതിന് നീ വിളിച്ച് പറയണ്ടേ? ഞാൻ പൂട്ടിട്ട് പോകുന്നില്ലേ? ഞാനും പുള്ളിയും തമ്മിൽ ഭയങ്കര സെറ്റാ. അതുകൊണ്ട് ഞാൻ പുള്ളിയുള്ളടുത്ത് ആ എനിക്കിഷ്ടമാണ്. സൂര്യൻ എവിടെ വന്നാലും ആ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആരാ? സൂര്യഭഗവാനാണ് കൊടിഞ്ഞിയുടെ വലിയ ആള്. ആ പുള്ളി കാരണം എനിക്ക് മൈഗ്രൈനൊക്കെ ഉണ്ടാകുന്നത്. ആ മൈഗ്രൈൻ പുള്ളിയെ നോക്കാത്തോണ്ടൊക്കെ ഉണ്ടാകുന്ന. നീ നിന്റെ കുടുംബത്തിൽ പോകും ഇവിടുന്ന് അവിടെ വരികയല്ലോ. അല്ല ഇവിടെ നമ്മുടെ വീട്. ആ പിന്നെ ആ കേട്ടിട്ടാ. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. വേണ്ട സ്നേഹമല്ല, നീ പറഞ്ഞോട്ടെ. പക്ഷെ അവള് പറയട്ടെ. ആ പത്തനംതിട്ട കോടതിയിൽ വേണമെങ്കിൽ പോകാം. ഒരു ദിവസത്തെ കേസാണ് ഈ നമുക്ക്. എന്റെ ആർക്കും വന്നു സ്വന്തം അപ്പം പറയുന്ന അപ്പുറം എടുത്തോ എടുത്തോ. എന്റെ അപ്പം പറയാ ശരിയല്ല. 10 പ്രാവശ്യം പറയുന്നത്. ഇരുട്ടത്തൊരു ആത്മാവ് കയറി വരുന്നുണ്ട്.
അതെ കണ്ണന് ഇഷ്ടമാണ് അതെ